ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, എവല്യൂഷൻ. ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ കേട്ടോ. ചാപ്റ്റർ 7 ഓഫ് 12th സ്റ്റാൻഡേർഡ്. എവല്യൂഷനിൽ നമ്മൾ എങ്ങനെയാണ് ലൈഫ് ഒറിജിൻ ചെയ്തിരിക്കുന്നത്, എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തിയറി, എന്തൊക്കെ എവിഡൻസസ് ആണ് എവല്യൂഷനെ കുറിച്ചിട്ടുള്ളത്, എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ബയോളജിക്കൽ എവല്യൂഷൻ, എന്തൊക്കെയാണ് മെക്കാനിസംസ് ഓഫ് എവല്യൂഷൻ, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതുപോലെ എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷൻ, അതായത് റെപ്റ്റൈൽസും പ്ലാന്റ്സും അതൊക്കെ എങ്ങനെ എവല്യൂഷൻ നടന്നതെന്നുള്ളതിന്റെ ഒരു ബ്രീഫ് അക്കൗണ്ട്, അതേപോലെ തന്നെ ഒറിജിനൽ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് വളരെ ബ്രീഫായിട്ട് ഒരു എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമ്മളങ്ങ് ഡിസ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വർഷം ഡിസ്കസ് ചെയ്താലും തീരാത്തത്രയുണ്ട് നമുക്ക് എവല്യൂഷൻ പഠിക്കാനായിട്ട്. പക്ഷെ ഒരു ചെറിയ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ച് നമുക്ക് പഠിക്കാനുള്ള അത്ര മാത്രം ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. എവല്യൂഷൻ എന്ന് പറയുന്നത് എർത്തിലെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, ആ സ്റ്റഡീസിനെയാണ് നമ്മൾ എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്നത്. അതായത് എർത്തിൽ കാണുന്ന ലൈഫ് ഫോംസിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, അവരുടെ ചരിത്രം, അവരെങ്ങനെയാണ് ഉണ്ടായത്, അവരെങ്ങനെയാണ് പരിണാമം സംഭവിച്ച് ഇന്നത്തെ രൂപത്തിലായത്, അതിനെക്കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എവല്യൂഷണറി ബയോളജി എന്ന് പറയുന്നത്. നമ്മൾ ഈ എർത്തിൽ കാണുന്ന പ്ലാന്റ്സിനെ ആനിമൽസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് മുതൽ ഇന്ന് വരെ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഇവരിൽ നടന്നിട്ടുള്ളത്, അതാണ് അതിൻ്റെ പരിണാമം എന്ന് പറയുന്നത് കേട്ടോ. എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ ഒരു ലൈഫൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ഈ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കണമെങ്കിൽ ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നുള്ളതിൻ്റെ ഉറവിടം കൂടെ തേടിപ്പോണം. അതായത് എർത്തിന് എങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചത്, സ്റ്റാർസ് എങ്ങനെയാണ് എവല്യൂട്ട് ചെയ്തത്, അതേപോലെ തന്നെ യൂണിവേഴ്സ് ഉണ്ടായത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊരു വലിയ സ്റ്റോറി തന്നെയാണ് കേട്ടോ. ഈ എവല്യൂഷൻ ഓഫ് ലൈഫ്, ബയോഡൈവേഴ്സിറ്റി, ഇന്ന് കാണുന്ന ഈ ബയോഡൈവേഴ്സിറ്റി, പ്ലാനറ്റ് എർത്തിൽ കാണുന്ന ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ എർത്തിൻ്റെ എവല്യൂഷൻ്റെ ഒപ്പം ബയോളജിക്കൽ ഓർഗാനിസത്തിൻ്റെയും കൂടെ എവല്യൂഷൻ ഒരുമിച്ച് നടന്നതുകൊണ്ടാണ്. അതായത് ആ എവല്യൂഷൻ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഇങ്ങനെ നടന്നതാണ് ഈ പറയുന്ന ഇന്ന് കാണുന്ന എല്ലാ ലിവിങ് ഓർഗാനിസം ഈ ഒരു ഫോമിൽ കാണാനുള്ള കാരണം. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് പോലെ ഇവിടെ കൊടുത്തേക്കൊന്ന് വായിച്ചു നോക്കാം. എവല്യൂഷണറി ബയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹിസ്റ്ററി ഓഫ് ലൈഫ് ഫോംസ് ഓൺ എർത്ത്. വാട്ട് എക്സാക്ട്ലി ഈസ് എവല്യൂഷൻ? ടു അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ച് ഇൻ ഫ്ലോറ ആൻഡ് ഫോണ ദാറ്റ് ഹാവ് ഒക്കേർഡ് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൺ എർത്ത്, വി മസ്റ്റ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് എവല്യൂഷൻ ഓഫ് എർത്ത്, ഓഫ് സ്റ്റാർസ് ആൻഡ് ഇൻഡീഡ് ഓഫ് യൂണിവേഴ്സ് ഇറ്റ് സെൽഫ്. വാട്ട് ഫോളോസ് ഈസ് ദ ലോങ്സ്റ്റ് ഓഫ് ഓൾ ദ construed and conjectured story. This is the story of origin of life and evolution of life forms or biodiversity on planet Earth in the context of evolution of Earth and against the background of evolution of universe itself. അതായത് യൂണിവേഴ്സിന്റെ എവല്യൂഷൻ, എർത്തിന്റെ എവല്യൂഷൻ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ എന്ത് പഠിക്കാൻ വേണ്ടി, ഒരു ലിവിങ് ഓർഗാനിസം എങ്ങനെ എവല്യൂഷൻ നടന്ന് ഉണ്ടായി, ഫസ്റ്റ് ലൈഫ് എങ്ങനെ എർത്തിലുണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒറിജിൻ ഓഫ് ലൈഫ്, ലൈഫ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്ത് എന്ന് ഒരു വലിയ എക്സ്പ്ലനേഷനിൽ കൂടെയാണ് അത് പറയുന്നത്. നമ്മൾ സ്റ്റാർസിനെ നോക്കാതിരിക്കട്ടെ, നൈറ്റിൽ ആ സ്റ്റാർസിൽ നിന്ന് വരുന്ന ലൈറ്റ് ഒരുപാട് സ്റ്റെല്ലാർ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ വരുന്നത്, അതായത് ട്രില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അത് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പം മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് അത് പ്രകാശിച്ചതിൻ്റെ ആ ഒരു പ്രകാശമായിരിക്കും നമ്മുടെ കണ്ണിലേക്ക് ട്രില്യൺസ് ഓഫ് കിലോമീറ്റേഴ്സ് അത് സഞ്ചരിച്ച് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ ഇമ്മീഡിയറ്റ് നമ്മുടെ സറൗണ്ടിങ്ങിൽ കാണുന്ന ഒബ്ജക്റ്റ് നമ്മൾ അപ്പം കാണുന്നതാണ്, അത് അവിടെ അപ്പം പ്രസന്റ് ടൈമിൽ അവിടെ പ്രസന്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സ്റ്റാർസ് ഒരു പക്ഷെ അവിടെ ഉണ്ടാവണം എന്നില്ല. കാരണം പണ്ടുകാലത്തെന്നോ, അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് പ്രകാശിച്ച ആ ഒരു പ്രകാശമാണ് ഇന്ന് നമ്മുടെ കണ്ണിലേക്ക് ട്രാവൽ ചെയ്ത് എത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ പാസ്റ്റിലേക്കാണ്, അതായത് നമ്മുടെ ഭൂതകാലത്തേക്ക് ഒരുപാട് പാസ്റ്റിലേക്ക് നമ്മൾ എത്തി നോക്കുന്ന പോലെയാണ് നമ്മളൊരു സ്റ്റാറിനെ നോക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലൈഫ്, അതായത് ലൈഫിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഹിസ്റ്ററിയിലെ ഒരു യുണീക്ക് ഈവൻ്റാണ്. ഒറ്റ പ്രാവശ്യം മാത്രമേ നടന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സ്പെരിമെൻ്റലി ചെയ്യിക്കാനൊന്നും പറ്റിയിട്ടില്ല. അത് ആ യുണീക്കായിട്ട് യൂണിവേഴ്സിൽ മാത്രം നടന്ന ഒരു ഈവൻ്റാണ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ പ്രപഞ്ചം വളരെ വലുതാണ്. റിലേറ്റീവ്ലി ഇപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിനെയും എർത്തിനെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എർത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്പെക്കാണ്. എന്താ ഈ സ്പെക്ക് എന്ന് പറഞ്ഞാൽ, ഒരു ടൈനി സ്പോട്ട്, ഒരു കുഞ്ഞ്
കുഞ്ഞ് സ്പോട്ട് അത്രയേ ഉള്ളൂ യൂണിവേഴ്സിന്റെ മുമ്പിൽ ഒരു എർത്ത് എന്ന് പറയുന്നത്. നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്, ഒരു എർത്തല്ല, നമ്മുടെ എർത്ത് എന്ന് പറയുന്നത്. യൂണിവേഴ്സ് ഈസ് വെരി ഓൾഡ്. യൂണിവേഴ്സ് വളരെ പഴക്കം ചെന്നതാണ്. ഏകദേശം 20 ബില്യൺ ഇയേഴ്സ് പഴക്കമുള്ളതാണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ. 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിൽ എന്താ ഉള്ളതെന്ന് ചോദിച്ചാൽ ഹ്യൂജ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ് കംപ്രൈസസ് ദ യൂണിവേഴ്സ്. കുറേ ഗാലക്സി കൂടിയിട്ടാണ് യൂണിവേഴ്സ് ഉണ്ടായത്. നമ്മുടെ ഗാലക്സി ഏതാ? മിൽക്കി വേ ഗാലക്സി. അതിനകത്ത് ഒരു ഗാലക്സിയാണ് നമ്മുടെ ഗാലക്സി എന്ന് പറയുന്നത്. എന്താ ഈ ഗാലക്സി എന്ന് പറയുന്നത്? ഗാലക്സി എന്ന് പറയുന്നത് കുറേ സ്റ്റാർസും ഗ്യാസിന്റെയും ഡസ്റ്റിന്റെയും ക്ലൗഡൊക്കെ കൂടിയതാണ് ഈ ഗാലക്സി എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിന്റെ സൈസ് വെച്ച് കൺസിഡർ ചെയ്ത് എർത്തിന്റെ സൈസ് വളരെ ചെറുതാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ യൂണിവേഴ്സ് എങ്ങനെയായിരിക്കും ഒറിജിനേറ്റ് ചെയ്തത്? ഈ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബിഗ് ബാങ് തിയറി വെച്ചാണ് കേട്ടോ. ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് സിംഗുലർ എക്സ്പ്ലോഷൻ നടന്നപ്പോൾ, ഒരു ഹ്യൂജ് സിംഗുലർ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ഈ യൂണിവേഴ്സ് അങ്ങ് എക്സ്പാൻഡായി. യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയിട്ട് അവിടുത്തെ ടെമ്പറേച്ചറൊക്കെ പതുക്കെ താഴത്തേക്ക് കുറഞ്ഞു വന്നു. ഈ ഹ്യൂജ് എക്സ്പ്ലോഷൻ അൺഇമാജിനബിൾ ഫിസിക്കൽ എക്സ്പ്ലോഷൻ, അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസ് ആണ് കേട്ടോ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയൊരു എക്സ്പ്ലോഷനാണ് യൂണിവേഴ്സിന് നടന്നത്. അപ്പോൾ അത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയി. എന്തോ കണ്ടൻസ് ആയിട്ടിരുന്നൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയി. യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞ് പതുക്കെ അവിടെ ഹൈഡ്രജനും ഹീലിയും ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഈ ഗ്യാസ് ഒക്കെ ഗ്രാവിറ്റേഷന്റെ പ്രസൻസിൽ കണ്ടൻസ് ചെയ്തു തുടങ്ങി. എന്നിട്ട് ഗാലക്സീസ് ഒക്കെ ഇന്ന് കാണുന്ന യൂണിവേഴ്സിൽ കാണുന്ന ഗാലക്സീസ് ഒക്കെ പതുക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. ഗാലക്സി എന്ന് പറയുന്നത് എന്താ? സ്റ്റാർസും അതുപോലെ ക്ലൗഡ് ഓഫ് ഗ്യാസ് ആൻഡ് ഡസ്റ്റും കൂടി ഗാലക്സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് കാണുന്ന യൂണിവേഴ്സിലെ ഗാലക്സീസ് ഒക്കെ അങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങി. സോളാർ സിസ്റ്റത്തിൽ ഒരു ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. ആ മിൽക്കി വേ ഗാലക്സിയിലാണ് എന്തുള്ളത്? എർത്ത് ഉള്ളത്. എർത്തൊക്കെ ഫോം ചെയ്ത ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ സമയത്ത് അവിടെ അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏർലി എർത്തിൽ അറ്റ്മോസ്ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ എർത്തിൽ ഉണ്ടായിരുന്നത് വാട്ടർ വേപ്പറും മീഥൈനും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും അതേപോലെ അത്രയൊക്കെ ഉണ്ടായിരുന്നത്. അത് ഉണ്ടായതോ ഈ ചുട്ടുപഴുത്തിരിക്കുന്ന ഭൂമിയുടെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വമിച്ചതാണ് ഈ പറയുന്ന വാട്ടർ വേപ്പർ, മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയും ഒക്കെ. അതുപോലെ യു വി റേസ് ഒക്കെ സണ്ണിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് പതിക്കുമായിരുന്നു. ഈ സണ്ണിൽ നിന്ന് നേരെ യു വി റേസ് ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഹൈഡ്രജൻ്റെയും ഓക്സിജനെയും, വാട്ടർ വേപ്പറിൽ നിന്ന് ഹൈഡ്രജനെയും ഓക്സിജനെയും ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ ഹൈഡ്രജൻ ലൈറ്റ് ആയിട്ടുള്ള ഹൈഡ്രജനൊക്കെ മേലേക്ക് പൊങ്ങിപ്പോയി. ഓക്സിജൻ അവിടെ തന്നെ നിൽക്കുകയും ഈ ഓക്സിജൻ അമോണിയയും മീഥൈനും ആയിട്ടൊക്കെ കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്തു. വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടായി. ഈ വാട്ടർ മോളിക്യൂളും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉണ്ടായതിൻ്റെ ഒപ്പം ഓസോൺ ലെയറും പതുക്കെ ഫോം ചെയ്യാൻ തുടങ്ങി. ഓസോൺ ലെയർ എന്ന് പറയുന്ന ആ സ്ട്രാറ്റോസ്ഫിയർ റീജിയനിൽ O3 മോളിക്യൂൾ ഫോം ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം കൂടി കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഈ വാട്ടർ വേപ്പറൊക്കെ കൂൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ടർ വേപ്പർ വന്നിട്ട് പതുക്കെ റെയിനായിട്ട് താഴേക്ക് വീഴാൻ തുടങ്ങി. റെയിനായിട്ട് താഴേക്ക് വീണപ്പോൾ എല്ലാ ഓഷനൊക്കെ, അതായത് ഭൂമിയിൽ ഉള്ള ഡിപ്രഷൻസ് ഒക്കെ ഫില്ലായി. അവിടെയൊക്കെ എന്താ പറയുക, കടലും ഒക്കെ ഫോം ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോൾ ആ കടൽ വെള്ളം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലൈഫിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, റിയാക്ഷന് വേണ്ടിയിട്ടുള്ളത്, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു മോളിക്യൂൾ തമ്മിലുള്ള റിയാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു മീഡിയം അവിടെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ഒരു ആക്ടിവിറ്റി ഏകദേശം 500 മില്യൺ ഇയേഴ്സ്, എർത്ത് ഫോം ചെയ്ത് കഴിഞ്ഞൊരു 500 മില്യൺ ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ്, അതായത് 4 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് ഈ ഒരു സംഗതി നടന്നത്, അതായത് വാട്ടറൊക്കെ ഉണ്ടായത്. അപ്പോൾ ലൈഫ് അപ്പിയർ ചെയ്യാൻ തുടങ്ങി. ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും എന്താ? നമ്മൾ ഫസ്റ്റ് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ലൈഫ് എന്ന് പറയുന്നത് റിയാക്ഷനാണ്. എന്ത് റിയാക്ഷനാണ് ലൈഫ് എന്ന് പറയുന്നത്? ബയോ കെമിക്കൽ റിയാക്ഷനാണ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ബയോ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? മീഡിയം വേണം. അപ്പോൾ ഈ ബയോ കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നു. ഈ വാട്ടറൊക്കെ വന്നിട്ട് ഈ ഓഷനിലൊക്കെ ഡിപ്രഷൻസിലൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ വാട്ടർ ഒരു മീഡിയമായിട്ട് ആക്ട് ചെയ്യും. അവിടെ റിയാക്ഷൻസ് നടക്കുകയും ചെയ്തു. അതാണ് ആ റിയാക്ഷനെയാണ് ഇവിടെ ലൈഫ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലൈഫ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫോമിങ് ഓൺ ദ എർത്ത് around 500 million years after the formation of earth, that is 4 billion years back എന്ന് പറയുന്നത് കേട്ടോ. ലൈഫ് വന്നു എന്ന് പറയുമ്പോഴും സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എന്നൊന്നും വിചാരിക്കേണ്ട, ജസ്റ്റ് കെമിക്കൽ ആക്ടിവിറ്റീസ് നടക്കാൻ തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ലൈഫ് ഫോം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. Origin of life. When we look at stars on a clear night sky, we are in a way looking back in time. Stellar distance are measured in light years. What we see today is an object
whose emitted light started its journey millions of years back and from trillions of kilometers away and reaching our eyes now. However, when we see objects in our immediate surrounding, we see them instantly and hence in the present time. Therefore, when we see stars, we apparently are peeping into the past. The origin of life is considered a unique event in the history of universe. Universe is very vast. Relatively speaking, the earth itself is almost only a speck. The universe is a very old, almost 20 billion years old. Huge clusters of galaxies comprises the universe. Galaxy contains stars and clouds of gas and dust. Considering the size of universe, earth is indeed a speck. The Big Bang theory attempt to explain us the origin of universe. It talks of a singular huge explosion, unimaginable in physical terms. The universe expanded and hence the temperature came down. Hydrogen and helium formed sometime later. The gases condensed under gravitation and formed the galaxies of the present day universe. In the solar system of the Milky Way galaxy, Earth was supposed to have been formed about 4.5 billion years back. There was no atmosphere on early Earth. Water vapor, methane, carbon dioxide and ammonia released from molten mass covered the surface. The UV rays from the sun broken up water into hydrogen and oxygen, and the lighter hydrogen escaped. Oxygen combined with ammonia and methane to form water, carbon dioxide and others. The ozone layer was formed. As it cooled, the water vapor fell as rain to fill all the depression and form oceans. Life appeared 500 million years after the formation of Earth, that is almost 4 billion years back. ഇനി ഈ ലൈഫ് എവിടെ നിന്നാണ് വന്നത്? നമ്മളിപ്പോൾ ലൈഫ് അപ്പിയർ എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു തന്നു, അത് ചില കെമിക്കൽ റിയാക്ഷന് മാത്രമാണ്, അതല്ലാതെ ലൈഫ് ഒരു ലിവിങ് സെല്ലോ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസം ഒന്നും അല്ല കേട്ടോ. ഇനി നമ്മൾ അതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, എവിടെ നിന്നാണ് ഈ ലൈഫ് വന്നത്? ഈ ഭൂമിയിൽ ഇന്ന് കാണുന്ന ഈ ലൈഫ് ഉണ്ടാവണമെങ്കിൽ അതിനൊരു വിത്ത് വേണമല്ലോ. അത് എവിടെ നിന്ന് വന്നതാ? ഔട്ടർ സ്പേസിൽ നിന്ന് വന്നതാ? ചില സയൻറ്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് അത് ഔട്ടർ സ്പേസിൽ നിന്ന് വന്നതാണെന്നാണ്. ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ് അവർ പറഞ്ഞത് ചില സ്പോർട്സ് ഔട്ടർ സ്പേസിൽ നിന്ന് വന്നു എന്നും അത് പല പ്ലാനറ്റിലും വന്ന് വീണു എന്നും, അതായത് എർത്ത് പോലെ പല പ്ലാനറ്റിലും വന്ന് വീണു എന്നും അവർ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഔട്ടർ സ്പേസിൽ നിന്ന് ലൈഫ് വന്നു എന്ന് ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ് പറഞ്ഞ് അതിനെയാണ് നമ്മൾ പാൻസ്പെർമിയ എന്നൊരു വേർഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇന്നും ഈ പാൻസ്പെർമിയ എന്നൊരു ഐഡിയ അസ്ട്രോണമേഴ്സിന് ഒരു ഫേവറേറ്റ് തിങ് ആണ് കേട്ടോ. ഇന്നും അവർ ഔട്ടർ സ്പേസിൽ നിന്നാണ് ഇങ്ങനെ ഒരു ലൈഫ് വന്നത് എന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഇവിടെ ലൈഫ് ഉണ്ടോ എന്നൊക്കെ തേടി ഇപ്പോഴും ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. ഇനി നമ്മൾ എന്താ പറയുക, കുറേ നാളത്തേക്കാണെങ്കിലും ഈ ലൈഫ് അറൈസ് ചെയ്ത് ഡീക്കേയിങ് ആൻഡ് റോട്ടിംഗ് മാറ്റർ ലൈക്ക് സ്ട്രോ, മഡ് എന്നീ ചീഞ്ഞ് കിടക്കുന്നിടത്താണ് ലൈഫ് ഉണ്ടായേ എന്ന് കുറേ നാളുകളേക്കെങ്കിലും നമ്മൾ വിശ്വസിച്ചിരുന്നു. ലൈഫ് എങ്ങനെയാണ് ആക്ച്വലി ഒറിജിനേറ്റ് ചെയ്തതെന്ന് അറിയുന്നതിന് മുമ്പ് ചീഞ്ഞ് കിടക്കുന്ന സബ്സ്റ്റൻസിൽ നിന്ന് ഉണ്ടായതാവാം ലൈഫ് എന്ന് പറഞ്ഞിരുന്നു. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തു എന്ന് ബിലീവ് ചെയ്തിരുന്നു. എന്നാൽ ലൂയിസ് പാസ്റ്റർ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് വഴി ലൈഫ് പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്ന് തന്നെ ഫോം ചെയ്യുള്ളൂ, അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ട് ചീഞ്ഞ് കിടക്കുന്നിടത്തൊന്നും ലൈഫ് ഫോം ചെയ്യില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം അത് തെളിയിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്റ്റെറിലൈസ്ഡ് ഫ്ലാസ്കിനകത്ത് കുറച്ച് കിൽഡ് ഈസ്റ്റിനെ കീപ്പ് ചെയ്തു, എന്നിട്ട് അത് ക്ലോസ് ചെയ്ത് വെച്ചു. എന്നാൽ വേറൊരു ഫ്ലാസ്ക് എയറിൽ ഓപ്പൺ ചെയ്ത് ഈ ഈസ്റ്റിനെ കിൽഡ് ഈസ്റ്റിനെ ഇട്ട ഒരു മീഡിയം ഇതിന് വെച്ചു, ഇൻക്യുബേഷന് വെച്ചു, ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ എന്താ, ഈ കിൽഡ് ഈസ്റ്റ് ഒക്കെ ലൈവ് ആവാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ ഈസ്റ്റിന്റെ സ്പോർട്സ് പുറത്തുനിന്ന് വരികയും ആ പുറത്തുനിന്നുള്ള ആ സ്പോർട്സ് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ പിന്നെ 2 ഫ്ലാസ്കിലും ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെയാണ് അത് ആ ബയോജനസിസ് പ്രൂവ് ചെയ്ത് സ്പോണ്ടേനിയസ് ജനറേഷൻ തെറ്റാണ്, ആ സ്പോണ്ടേനിയസ് ജനറേഷൻ ഡിസ്മിസ് ചെയ്യാനുള്ള കാരണം ഇതാണ് കേട്ടോ. ലൂയിസ് പാസ്റ്ററാണ് അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എങ്ങനെയാണ് ഫസ്റ്റ് ഭൂമിയിൽ ലൈഫ് ഉണ്ടായത് എന്ന് പറയാൻ ഈ ഒരു കാര്യങ്ങൾക്കും കഴിഞ്ഞില്ല. അതായത് സ്പോർ വന്നു എന്ന് പറഞ്ഞപ്പോഴും സ്പോണ്ടേനിയസ് ജനറേഷൻ ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴും ഇതൊന്നും എക്സാക്ട്ലി ലൈഫ് ഭൂമിയിൽ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തതെന്ന് തെളിയിക്കാൻ ഇതിന് രണ്ടിനെ കൊണ്ടും സാധിച്ചില്ല. ആ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഡിഡ് ലൈഫ് കം ഫ്രം ഔട്ടർ space? Some scientists believe that it comes from outside.
Early Greek thinkers thought unit of life called spores were transferred to different planets including Earth. Panspermia is still a favorable idea for some astronomers. For a long time it was also believed that life came out of decaying and rotting matter like straw, mud, etc. This was the theory of spontaneous generation. Louis Pasteur by careful experimentation demonstrated that life comes only from pre-existing life. He showed that in sterilized flask, life did not come from killed yeast, while in another flask opened to air, new living organism arose from killed yeast. Spontaneous generation theory was dismissed once and for all. However, this did not answer how the first life form came on Earth. ഈ ഫസ്റ്റ് ലൈഫ് എങ്ങനെയാണ് വന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒപ്പാരിൻ, റഷ്യയിലെ ഒരു സയൻറ്റിസ്റ്റായ ഒപ്പാരിനും ഇംഗ്ലണ്ടിൻ്റെ സയൻറ്റിസ്റ്റായ ഹാൽഡെയിനും കൂടി പ്രപ്പോസ് ചെയ്തൊരു കാര്യമാണ് ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ്. അത് നോൺ ലിവിങ് ഓർഗാനിക് മോളിക്യൂളിൽ നിന്നായിരിക്കാം ഉണ്ടായത് എന്നവർ പ്രപ്പോസ് ചെയ്തു. അതായത് RNA, പ്രോട്ടീൻ ഇതൊക്കെ കൂടിയിട്ടുണ്ടായ മെറ്റാബോളിക് റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന ലൈഫ് എവല്യൂഷൻ നടന്നത് എന്ന് അവർ പ്രപ്പോസ് ചെയ്തു. അതായത് ഒരു കെമിക്കൽ എവല്യൂഷൻ, ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് എവല്യൂഷൻ നടന്ന് ഇൻഓർഗാനിക് മോളിക്യൂൾസ് ആയി ആ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കെമിക്കൽ എവല്യൂഷൻ നടന്നിട്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു ലൈഫ് ഉണ്ടായത്. അതിൽ നിന്ന് നടന്ന ചെറിയ ചെറിയ എവല്യൂഷൻ കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ ബയോഡൈവേഴ്സിറ്റി ഉണ്ടായതെന്ന് അവർ പ്രപ്പോസ് ചെയ്തു കേട്ടോ. ആ കെമിക്കൽ എവല്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർമേഷൻ ഓഫ് ഡൈവേഴ്സ് ഓർഗാനിക് മോളിക്യൂൾ ഫ്രം ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. ഇൻഓർഗാനിക് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്തു. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? എർത്തിൻ്റെ മേലെ ഹൈ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ പറ്റിയ ഫേവറബിൾ കണ്ടീഷൻ ആയിരുന്നു. അതായത് ഹൈ ടെമ്പറേച്ചറും വോൾക്കാനിക് സ്റ്റോമും റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയറിൽ മീത്തൈനും അമോണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റെഡ്യൂസിങ് അറ്റ്മോസ്ഫിയർ ഇതൊക്കെ കൊണ്ട് എന്തായി, ആ എർത്തിൽ എല്ലാ ഫേവറബിൾ കണ്ടീഷനും ഉണ്ടായിരുന്നു. മാക്സിമം കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇനോർഗാനിക് സബ്സ്റ്റൻസ് ജോയിൻ ചെയ്ത് കെമിക്കൽ സബ്സ്റ്റൻസസ് ആയിട്ട് മാറാനുള്ളത്. 1953 ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യുകയും ചെയ്തു. SL മില്ലർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ സയന്റിസ്റ്റാണ് ഈ റെഡ്യൂസ്ഡ് അറ്റ്മോസ്ഫിയറിൽ ആ പണ്ടത്തെ എർത്ത് അത് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹം അത് ലബോറട്ടറിയിൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹി ക്രിയേറ്റഡ് ആൻ ഇലക്ട്രിക് ഡിസ്ചാർജിനെ ക്ലോസ്ഡ് ഫ്ലാസ്ക്. ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് ഇലക്ട്രിക് ഡിസ്ചാർജ്, അതായത് ഈ തണ്ടറിങ്ങും ലൈറ്റനിങ്ങും ഒക്കെ നടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ക്ലോസ്ഡ് ഫ്ലാസ്കിനകത്ത് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ആ ഫ്ലാസ്കിനകത്ത് മീത്തൈനും ഹൈഡ്രജനും അമോണിയം വാട്ടർ വേപ്പറും ആയിരുന്നു ഉണ്ടായിരുന്നത്. 800 ഡിഗ്രി സെൽഷ്യസും പ്രൊവൈഡ് ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹം കണ്ടത് ചില അമിനോ ആസിഡ് അതിനകത്ത് ഫോം ചെയ്യണം. അതേ എക്സ്പെരിമെന്റ് വേറെ പല സയന്റിസ്റ്റും നടത്തിയപ്പോൾ അവർ കണ്ടു കുറേ ഷുഗറും നൈട്രജൻ ബേസസും പിഗ്മെന്റ്സും ഫാറ്റും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള മീത്തൈനും അമോണിയയും വാട്ടർ വേപ്പറും ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യും? ഈ റിയാക്ഷൻ നടത്തിയിട്ട് മീത്തൈനും ഹൈഡ്രജനും അമോണിയയും വാട്ടർ വേപ്പറും കേട്ടോ, ഇതൊക്കെ തമ്മിൽ റിയാക്ഷൻ നടത്തിയിട്ട് ചില അമിനോ ആസിഡും ഷുഗറും നൈട്രജൻ ബേസസും പിഗ്മെന്റ്സും ഫാറ്റ്സും ഒക്കെ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? നമുക്കറിയാലോ, ബയോ മൈക്രോ മോളിക്യൂളും ബയോ മൈക്രോ മോളിക്യൂളും ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ എല്ലാ മോളിക്യൂൾസിനെയും പറയുന്നില്ലേ? ഷുഗർ ഒരു ബയോ മോളിക്യൂൾ അല്ലേ, നൈട്രജൻ ബേസ് ഒരു ബയോ മോളിക്യൂൾ അല്ലേ, പിഗ്മെന്റ് ഒരു ബയോ മോളിക്യൂൾ അല്ലേ, ഫാറ്റ് ബയോ മോളിക്യൂളാണ്, ലിപ്പിഡ് ബയോ മോളിക്യൂളാണ്, ഇതെല്ലാം ബയോ മോളിക്യൂൾസിൽ വരുന്നത്. അപ്പോൾ പതുക്കെ എന്ത് ഫോം ചെയ്തു? ഈ ബയോ മോളിക്യൂൾസ് ഫോം ചെയ്തു. അതേപോലെ തന്നെ അനാലിസിസ് ഓഫ് മെറ്റിയോറൈറ്റ് കണ്ടന്റ്. മെറ്റിയോറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാറക്കഷ്ണോ അല്ലെങ്കിൽ മെറ്റലൊക്കെ എർത്ത് സർഫസിൽ വേറെ ഔട്ടർ സ്പേസിൽ നിന്ന് വീഴുന്നതിനെയാണ് ഈ മെറ്റിയോറൈറ്റ് എന്ന് പറയുന്നത്. അതിനെ അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ സിമിലർ കോമ്പൗണ്ട്സ് ആണ് അതിനകത്തും ഉള്ളത്. അതായത് സ്പേസിൽ വേറെ എവിടെയൊക്കെയോ ഇതേ തരത്തിലുള്ള ആക്ടിവിറ്റി നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മെറ്റിയോറൈറ്റിനെയൊക്കെ നോക്കുമ്പോൾ. മെറ്റിയോറൈറ്റ് എന്ന് പറഞ്ഞാൽ പാറക്കഷ്ണങ്ങളൊക്കെ നമുക്കറിയാമല്ലേ, ചില അടുത്ത് ഉൽക്ക വീണു എന്നൊക്കെ പറയണേക്കാറില്ലേ, അപ്പോൾ അത് കത്തിത്തീരാത്ത മുഴുവനായിട്ട് താഴേക്ക് പോകുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ആ ഒരു സംഗതി എക്സ്പ്ലോർ ചെയ്താലും നമുക്ക് കാണാൻ കഴിയുന്ന ഈ തരത്തിലുള്ള കോമ്പൗണ്ട് ഉണ്ടായി തുടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെയിം പ്രോസസ്സ് വേറെ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. എൽസ്വെയർ ഇൻ ദ സ്പേസ് ദിസ് ഈസ് സ്റ്റിൽ ഇറ്റ് ഈസ് ഒക്കറിങ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതിനൊക്കെ ഉള്ള എവിഡൻസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു എന്താ പറയുക, കെമിക്കൽ എവല്യൂഷനും കെമിക്കൽ എവല്യൂഷനാണ്. പിന്നെയും ഈ എവല്യൂഷനെ കുറിച്ചിട്ട്, എവല്യൂഷൻ എങ്ങനെയായിരിക്കും നടന്നതിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്റ്റോറി കൊണ്ടുവന്നത് ഈ പറയുന്ന കെമിക്കൽ എവല്യൂഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കെമിക്കൽ എവല്യൂഷന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഞാനൊന്ന് കാണിച്ചു തരാം.
ഇത് കണ്ട ക്ലോസ്ഡ് ഫ്ലാസ്കിന്റെ ഉള്ളിൽ മീത്തൈനും അമോണിയം വാട്ടർ വേപ്പറും ഹൈഡ്രജനും കൊടുത്തു. ഇലക്ട്രോഡ് വെച്ചിട്ട് അവിടെ സ്പാർക്ക് ഡിസ്ചാർജ് ഉണ്ടാക്കി. അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ വളരെ ഹൈ ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്തു. അതേപോലെ വാട്ടർ പുറത്തേക്ക് പോകാനുള്ള വാട്ടറിനും അതുപോലെ തന്നെ ഇതിനെ കണ്ടൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം, അതുപോലെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒരുപാട് ചൂടാവുമ്പോൾ ഇവിടുന്ന് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും. ആ വാട്ടർ ഡ്രോപ്ലെറ്റ്സിനകത്ത് എന്തുണ്ടാവും, ഇതിലുണ്ടായ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ പതുക്കെ ഇതിൽ കൂടെ വരും. ആ വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സിനെ നമുക്ക് ഇതിൽ കൂടെ എടുക്കാം. അതേപോലെ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറിനെ ഇവിടെ ബോയിൽ ചെയ്യിപ്പിച്ച് ഇതുവഴി ഇതും എന്താ പറയുക ഹൈ ടെമ്പറേച്ചറും പ്രൊവൈഡ് ചെയ്യാം. അപ്പം എല്ലാ കണ്ടീഷൻസും ഇവിടെ കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഈ പറയുന്ന ലബോറട്ടറിയിൽ നടത്തിയതും. ഇങ്ങനെ ഈ ഒരു സംഗതി ഫോം ചെയ്യുന്നുണ്ട്. അതായത് അമിനോ ആസിഡും ഷുഗറും അതുപോലെ ഫാറ്റും പിഗ്മെന്റും ഒക്കെ ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ ഫോം ചെയ്യാം എന്ന് മനസ്സിലാക്കിയത്. നമുക്ക് എന്നാലും ഒരു ക്ലിയർ ഐഡിയ ഇല്ല എങ്ങനെയായിരിക്കും ഫസ്റ്റ് സെൽഫ് റിപ്ലിക്കേറ്റീവ് മെറ്റാബോളിക് ക്യാപ്സ്യൂൾ ഓഫ് ലൈഫ് എറോസ് ചെയ്തതെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം ഇപ്പം ഈ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസ് ശരിക്കും നടന്നു തുടങ്ങിയത് എപ്പോഴാണ്? 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് 500 മില്യൺ വർഷങ്ങൾ ഭൂമി ഉണ്ടായതിനു ശേഷം അവിടെ വെള്ളം ഫോം ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ കെമിക്കൽ റിയാക്ഷൻസ് നടന്നത്. പക്ഷേ ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എങ്ങനെയായിരിക്കും ഒറിജിനേറ്റ് ചെയ്തത്? ഒരു 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒറിജിനേറ്റ് ചെയ്തതായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. അതിന് ഒരു ജയന്റ് മോളിക്യൂൾ ഓഫ് RNAയും അതേപോലെ തന്നെ പ്രോട്ടീനും പോളിസാക്കറൈഡും ഒക്കെ ഉള്ളതാണ് ഈ പറയുന്ന 3 ബില്യൺ ഇയേഴ്സ് ബാക്ക് ഫോം ചെയ്ത ഈ നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. ആ നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫിന് എന്ത് കപ്പാസിറ്റിയും കൂടെ ഉണ്ടായിരുന്നു എന്നറിയോ? ദീസ് ക്യാപ്സ്യൂൾ റീപ്രൊഡ്യൂസ് ദെയർ മോളിക്യൂൾ പെറാപ്സ്. അതിന് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഉണ്ടായിരുന്ന എന്തൊക്കെയാണ്? അതിനകത്ത് ഈ നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എൻക്ലോസ് ചെയ്തിരുന്നത് പ്രോട്ടീൻ ഉണ്ടായിരുന്നു, പോളിസാക്കറൈഡ് ഉണ്ടായിരുന്നു, RNA ഉണ്ടായിരുന്നു. കണ്ടോ, ഈ RNA എന്തായിട്ട് ആക്ട് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളത്? റൈബോസൈമായിട്ട് ആക്ട് ചെയ്യാം. RNA ഒരു ന്യൂക്ലിക് ആസിഡ് അല്ലേ, റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലേ? അപ്പോൾ ഈ റൈബോ ന്യൂക്ലിക് ആസിഡിന് റിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഇല്ലേ, അതിന് കോംപ്ലിമെന്റാരിറ്റി ഇല്ലേ? അപ്പോൾ ഈ അതിനകത്തുണ്ടായ നൈട്രജൻ ബേസസ് ഒക്കെ യൂസ് ചെയ്തിട്ടും അതുപോലെ ഫോസ്ഫോറിക് ആസിഡിനെയും പെൻറ്റോ ഷുഗറിനെയും ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ RNA ഇതിൻ്റെ ഉള്ളിലിരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും തുടങ്ങി. അതായത് നോൺ സെല്ലുലാർ ഫോമിൽ RNA എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാനും തുടങ്ങി. അതേപോലെ അതിന് ചുറ്റും കുറേ പോളിസാക്കറൈഡും ഫാറ്റും എല്ലാം കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു അഗ്രിഗേഷനിൽ എന്തോ ഒന്നിരുന്ന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ആ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവും, അവിടുത്തെ ആ ഒരു കണ്ടന്റ് കൂടുമ്പോൾ അത് പതുക്കെ പൊട്ടിയിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റായി പോകുന്ന ആ ഒരു സംഗതി കണ്ടു. അതാണ് ദ ക്യാപ്സ്യൂൾ റീപ്രൊഡ്യൂസ് ദെയർ മോളിക്യൂൾ പെറാപ്സ് എന്ന് പറയുന്നത്. ആ ഒരു ക്യാപ്സ്യൂളിനുള്ള ഈ RNA മോളിക്യൂൾ റീപ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങി. അത് 3 ബില്യൺ ഇയേഴ്സ് ബാക്ക് ആണ് കേട്ടോ. ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് ഒരു മിനിറ്റ് ആ 3 ബില്യൺ ഇയേഴ്സ് ബാക്ക് ഉണ്ടായ ആ ഒരു സെല്ലിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പ്രോട്ടോ സെൽ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എഴുതി വെച്ചോ, പ്രോട്ടോ സെൽ. ഫസ്റ്റ് സെല്ല്. അതേപോലെ തന്നെ ഇപ്പോൾ ഇതിന് റിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഇല്ലാതെ ഉണ്ടായി. റിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഇല്ലാതെ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുറേ പോളിസാക്കറൈഡും പ്രോട്ടീനും ഒക്കെ കൂടിയിട്ട് ലിപ്പിഡും ഒക്കെ കൂടിയിട്ട് ഒരു ഭാഗത്ത് അക്യുമുലേറ്റ് ചെയ്ത് കണ്ടു. അതിന് നമ്മൾ പ്രോട്ടോബയോണ്ട് അല്ലെങ്കിൽ കൊയാസർവേറ്റ് എന്ന് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. പ്രോട്ടോ സെല്ലിന് മുമ്പ് റിപ്ലിക്കേഷൻ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇല്ലാത്ത ചില മോളിക്യൂൾ ഫോം ചെയ്തു. അതിന് കൊയാസർവേറ്റ് എന്നാ പറയാം. ഈ സെല്ലിന് ആക്ച്വൽ സെല്ലിന് മുമ്പ് ഫോം ചെയ്ത റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള സ്ട്രക്ചറിനെ പ്രോട്ടോ സെൽ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രോട്ടോ സെല്ല് 3 ബില്യൺ ഇയേഴ്സ് ബാക്ക് ഫോം ചെയ്തു. പിന്നീടാണ് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഫോം ചെയ്തത്. ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഫോം ചെയ്ത് 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഈ 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രോട്ടോസെൽ ഉണ്ടായി. അത് കഴിഞ്ഞ് 1 ബില്യൺ വർഷം കൂടി കഴിഞ്ഞിട്ടാണ് 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്തുണ്ടായത്, ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത്. ഫസ്റ്റ് അത് പ്രോക്യാരിയോട്സ് ആയിരുന്നേ. ഈ ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രോക്യാരിയോട്ടിക് സെല്ലായിരുന്നു. ഫസ്റ്റ് പ്രോക്യാരിയോട്ട് അനേറോബിക് ആയിരുന്നു, കീമോ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആയിരുന്നു. അനേറോബിക് കീമോ ഹെട്രോട്രോഫ്സ് ആയിരുന്നു ആദ്യം ഉണ്ടായ സെല്ല്. ഈ അനേറോബിക് കീമോ ഹെട്രോട്രോഫ് പിന്നീട് ആയിട്ട് മാറിയത് കീമോ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ്. കീമോ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആയി.
അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എവല്യൂഷൻ നടന്നിട്ട് പിന്നെ അത് നോൺ ഓക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആയിട്ട് ഇവോൾവ് ചെയ്തു. നോൺ ഓക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് ഓക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആയിട്ട് ഇവോൾവ് ചെയ്തു. ഓക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ആയിട്ട് ഇവോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ 2 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യം ലൈഫ് ഫോം ചെയ്തത്. അത് എന്തായിരുന്നു? അനേറോബിക് കീമോ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആയിരുന്നു. അത് കഴിഞ്ഞ് കീമോ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ഉണ്ടായി, പിന്നെ നോൺ ഓക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ടായി, പിന്നെയാണ് ഓക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉണ്ടായത്. അപ്പോൾ ഈ ലൈഫ് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് 2000 മില്യൺ ഇയേഴ്സ് അല്ലെങ്കിൽ 2 ബില്യൺ ഇയേഴ്സ് മുമ്പാണ്. ഇത് ഒരു സിംഗിൾ സെല്ലായിരുന്നു. ആ സിംഗിൾ സെല്ലാണ് ഈ അനേറോബിക് കീമോ ഹെട്രോട്രോഫിക് ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന് പറയുന്നത് കേട്ടോ. ഈ എല്ലാ ഓർഗാനിസംസും ഉണ്ടായത് വെള്ളത്തിലാണ്. കാരണം എന്താണ്? അവിടെയാണ്, വാട്ടർ മീഡിയത്തിലാണ് ഈ പറയുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നുണ്ടായിരുന്നത്. ഇതിനെ ബയോജനസിസ് എന്നാണ് പറയുന്നത്. അതായത് ഫസ്റ്റ് ലൈഫ് ഫോം എറോസ് സ്ലോലി ത്രൂ എവല്യൂഷണറി ഫോഴ്സ് ഫ്രം നോൺ ലിവിംഗ് മോളിക്യൂൾ ഈസ് ആക്സെപ്റ്റഡ് ബൈ മെജോറിറ്റി. ഓക്കെ, ഈ തരത്തിലുള്ള ഒരു ബയോജനസിസ്, ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് എറോസ്. അതായത് നമ്മൾ ബയോജനസിസ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ലിവിംഗ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന, പക്ഷേ ഇത് പതുക്കെ 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 എവല്യൂഷൻ നടന്ന് അതൊരു എന്താ പറയുക, ഒരു പ്രോട്ടോസെല്ലായി, കൊയാസർവേറ്റായി, പ്രോട്ടോസെല്ലായി, എന്നിട്ടൊരു സെല്ലായി. അത് അധികം ആളുകളും ആക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. However, once formed, how the first cellular form of life could have evolved into complex biodiversity of today is the fascinating story that will be discussed below. അതായത് ഈ ഒരിക്കൽ സിംഗിൾ സെല്ലുലാർ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് പിന്നെ ഇന്ന് കാണുന്ന ഇത്രയും വലിയ ബയോഡൈവേഴ്സിറ്റി ഉണ്ടായത് വളരെയേറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ദിസ്. Oparin of Russia and Haldane of England proposed that the first form of life could have come from pre-existing non-living organic molecules, that is RNA, protein, etc., and that formation of life was preceded by chemical evolution, that is formation of diverse organic molecules from inorganic constituents. The condition on Earth were high temperature, volcanic storm, reducing atmosphere containing methane, ammonia, etc. In 1953, S.L. Miller, an American scientist, created similar condition in a laboratory scale. He created electric discharge in a closed flask containing methane, hydrogen, ammonia and water vapor at 800 degrees Celsius. He observed formation of amino acid. In similar experiment, others observed formation of sugars, nitrogen base, pigments and fat. Analysis of meteorite content also revealed similar compounds, indicating that similar processes are occurring elsewhere in space. With this limited evidence, the first part of the conjectured story, that is chemical evolution, was more or less accepted. We have no idea about how the first self-replicating metabolic capsule of life arose. The first non-cellular form of life could have originated 3 billion years back. They would have been giant molecules, that is RNA, protein, polysaccharide, etc. These capsules reproduce their molecule perhaps. The first cellular form of life did not possibly originate till about 2000 million years ago. These were probably single cells. All life forms were in water environment only. This version is a biogenesis, that is the first form of life arose slowly through evolutionary forces from non-living molecule is accepted by majority. However, once formed, how the first cellular form of life could have evolved into a complex biodiversity of today is the fascinating story that will be discussed below. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഓർഗാനിക് എവല്യൂഷൻ അല്ലെങ്കിൽ കെമിക്കൽ എവല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ കൂടി ഇന്ന് നമ്മളത് അതിനകത്തുനിന്ന് ഒരു കംപ്ലീറ്റ് ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു സെല്ല് തന്നെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതിന് കാരണം എന്താ അറിയോ? നോക്കിക്കാൻ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ആ കെമിക്കൽ റിയാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന പോളിസാക്കറൈഡും ന്യൂക്ലിക് ആസിഡും അതുപോലെ തന്നെ ഇതൊക്കെ ഫാറ്റൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ആ ഫാറ്റൊക്കെ ഉണ്ടായി അതിന് 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി. ഇതിനകത്ത് RNA മോളിക്യൂൾ ഉണ്ടായതുകൊണ്ട് RNA ഇരട്ടിയാവുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് കഴിഞ്ഞ് 1 ബില്യൺ വർഷം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തുണ്ടായത്? പ്രോട്ടോസെല്ല് ഫോം ചെയ്തത്. അപ്പോൾ നോക്കി, ഇത്രയും കാലയളവ് ആരെങ്കിലും ജീവിച്ചിരിക്കുന്നതാണോ? അപ്പോൾ അത്രയും സമയം എടുത്തിട്ടാണ് ഈ എവല്യൂഷൻ നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ലബോറട്ടറിയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സെഷനിൽ ഇത്രയും മതി. ഇനി നമുക്ക് നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് തിയറി നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം കേട്ടോ.